ഒരു നായിൻ്റെ മോൻ. അഷ്കറിനെ കുറിച്ച് അത് മാത്രമേ പറയാനുള്ളൂ. ആ പിഞ്ചു കുഞ്ഞിനെ 51 മുറിവുകളാണ് ശരീരത്തിലുള്ളത്. അവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? പിടിച്ച് 2 കാലും 2 വണ്ടിയിൽ കെട്ടിയിട്ട് വലിക്കണം, കീറണം, നടുകെ കീറണം. എന്നാൽ മാത്രമേ, അതൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത് അവനെപ്പോലുള്ളവർക്ക്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ ഇത്രയേറെ ദ്രോഹിക്കാൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവനെപ്പോലുള്ള ക്രിമിനൽ ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ല. ആദ്യ ഭാര്യയെ വെറും 18 വയസ്സ് മാത്രമുള്ളപ്പോൾ വിവാഹം ചെയ്ത ആദ്യ ഭാര്യ ഇന്ന് 23 വയസ്സുള്ള അവൾ വീൽ ചെയറിലാണ്. എന്ത് സംഭവിച്ചു അവൾക്ക്? ഇവനുമായി ബന്ധമുണ്ടായിരുന്ന വേറൊരു സ്ത്രീക്ക് ഇന്ന് ജീവനില്ല. ഈ ആദ്യ ഭാര്യയുടെ സഹോദരൻ ഇന്ന് ജീവനോടെ ഇല്ല. അങ്ങനെ ഇവനുമായി ബന്ധപ്പെട്ട ആരും ജീവനോടെ ഇല്ല. എന്തൊക്കെ സംഭവിക്കുന്നു ഇവർക്കൊക്കെ? ഈ കുട്ടി തന്നെ 51 മുറിവുകളാണ് ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായത്. കാലിൻ്റെ അടിയിലൊക്കെ സിഗരറ്റ് കുത്തി. അവനെ എന്ത് ചെയ്യണമെന്നറിയാവോ? ആ കുട്ടിയുടെ അമ്മയും അതേപോലെ തെറ്റുകാരിയാണ്. ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ആ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കായിരുന്നു. ഇവളുടെ അമ്മ തന്നെ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ആ സിസ്റ്റം, ആ പോലീസ്, നമ്മുടെ ചൈൽഡ് ലൈൻ ഇതൊക്കെ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ദയനീയാവസ്ഥ ഉണ്ടായില്ലായിരുന്നു. നമ്മളിതൊക്കെ കാണേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറ്റുക കഴിഞ്ഞാൽ ചങ്കൊക്കെ പൊട്ടിപ്പോവും. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നമ്മുടെ നാടിനുണ്ടാവുന്നൊരു ദുരവസ്ഥയെ എന്നിട്ട് ഇവനെയൊക്കെ കൈയും കാലും കെട്ടി അങ്ങ് പറയാൻ പാടില്ലാത്തതാണ്. നമ്മുടെ നിയമത്തിന് വഴിക്ക് പോകണമെന്ന് പറയാം. പക്ഷേ ഇവനൊന്നും നിയമത്തിന് വഴിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഇവനൊന്നും നിയമത്തിന് വഴിക്ക് പോയിട്ട്. ഇവനൊക്കെ വേണ്ടത് ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഒത്തിരി ഇമോഷണലായി. കാരണം ഞാനൊരു കുട്ടിയുടെ പിതാവാണ്. അവനൊന്ന് ഒന്ന് കൈവിട്ടിയാൽ പോലും, ഒരു മുറിവുണ്ടായാൽ പോലും ഒരുപാട് വിഷമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ഓർമ്മ ഒരിക്കലും എന്നിൽ നിലനിൽക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹം. കാരണം ദുഃഖമാണ്